പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഉരുളയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. സ്വർഗസ്ഥിതനാം താതാവേ, നാമം പൂജിതമാകണമേ. രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. പാവനമായി വിളങ്ങുന്നു
സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. ഞങ്ങൾ കടങ്ങൾ പുറത്തകത്താൽ ഞങ്ങൾ കടം സകലം പാപത്തിൻ കാവാകവയും അന്നു കനിഞ്ഞു പോകണമേ. എന്തെന്നാളെന്നാളേക്കും രാജ്യം ശക്തിമഹത്വങ്ങൾ താവകമയോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ശുശ്രൂഷയുടെ മാതൃക കാണിക്കുകയും പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് സ്വന്തം ശരീരം രക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി നൽകുകയും ചെയ്ത നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹത്തിന്റെ കൂദാശയായി നീ സ്ഥാപിച്ചു നൽകിയ ഈ ദിവ്യരഹസ്യങ്ങൾ നിർമ്മല മനസ്സാക്ഷിയോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. മഹോന്നതനായ ദൈവത്തെ പ്രകീർത്തിക്കുവിൻ, അവന്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. രുടെ നാഥനെ പ്രകീർത്തിക്കുവിൻ, അവന്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ കടിഞ്ഞൂൽ തണ്ണീരെ സംഹരിച്ചവനെ പ്രകീർത്തിക്കുവിൻ, അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. കടലിനെ വിഭജിച്ചവനെ പ്രകീർത്തിക്കുവിൻ, അതിന്റെ നടുവിലൂടെ അവരെ നയിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു. ഫറവോയെയും സൈന്യത്തെയും കടലിൽ താഴ്ത്തിയവനെ പ്രകീർത്തിക്കുവിൻ, ശക്തരായ രാജാക്കന്മാരെ നിഹനിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. വൈരികളിൽ നിന്ന് രക്ഷിച്ചവനെ പ്രകീർത്തിക്കുവിൻ, അവരുടെ ദേശം അവകാശമായി ജനത്തിനേകിയവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുനാമത്തെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങൾ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമങ്ങാടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സ്നേഹമുള്ളവരെ, പള്ളിയിൽ കുറച്ച് തിക്കായിട്ടുണ്ട്. ഇവിടെ നടുഭാഗത്തേക്ക് വേണമെങ്കിൽ സ്ത്രീകൾക്കൊന്ന് കടന്ന് നിൽക്കാം, തടസ്സമില്ല. കുട്ടികളായിട്ടുള്ളവർ പുറകിൽ മാത്രം നിൽക്കുക, ബാക്കിയുള്ളവർക്കൊന്ന് ഫ്രണ്ടിൽ കടന്നു നിൽക്കാം. നമ്മൾ ദീപികാരൻ്റെ പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് സ്ഥലം നമ്മൾ ഒഴിച്ചിട്ടത്. അപ്പോൾ ആ സമയത്ത് മാത്രം ഒന്ന് മാറി നിന്നാൽ മതി. ബാക്കിയുള്ള സമയങ്ങളിൽ ഫ്രണ്ടിലേക്ക് കടന്നു നിൽക്കാം, ബുദ്ധിമുട്ടില്ല, കയറി നിന്നോളൂ. ഈ ബെഞ്ചിൻ്റെ വശങ്ങളിലേക്കൊക്കെ കയറി നിന്ന് ഒരു സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടിരുന്ന് അതിൽ പങ്കെടുക്കാവുന്നതാണ്. പുറകിൽ നിൽക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മുന്നോട്ട് കടന്നു നിന്ന് നമുക്കതിൽ പങ്കെടുക്കാം. നമുക്ക് ഫ്രണ്ടിൽ ഈ നടുഭാഗത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതുപോലെ അവിടെ നിൽക്കുന്ന ചേട്ടന്മാരും പുരുഷന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ വന്ന് നിൽക്കാവുന്നേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ. എൻ്റെ സഹോദരരെ, വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ദൂതം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ഇരിക്കും. സ്നേഹമുള്ളവരെ, നമുക്ക് 4 വായനകളാണ് ഇന്ന് വായിക്കാനുള്ളത്. പഴയ നിയമത്തിൽ നിന്ന് 2 വായനകളും പുതിയ നിയമത്തിൽ നിന്ന് സുവിശേഷമടക്കം 2 വായനകളുമാണ്. നമ്മളെല്ലാവർക്കും സുപരിചിതമായ വായനകളാണ് ഇന്നത്തേത്. ഒന്നാമത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. അത് ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ വായിക്കുന്ന വായനയാണ്. കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് യഹോവ എന്ന് നമ്മൾ പഴയ നിയമത്തിൽ വിളിക്കുന്ന ദൈവം, ആ ദൈവം ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷിക്കുന്നത്, അതിൻ്റെ ഓർമ്മയാണല്ലോ പെസഹ. ആ പെസഹയാണ് നമ്മൾ ഇന്ന് ഇവിടെ നമ്മൾ സമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അർപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഓരോ പെസഹായുടെ ദിവസത്തിലും പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തിയിരുന്നു, അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ. അതിൻ്റെ പുനരർപ്പണമാണ് ഓരോ ബലിയർപ്പണവും. അപ്പോൾ ആ ബലിയർപ്പണം എങ്ങനെ വിശുദ്ധിയോടെ, എങ്ങനെ ഒരുക്കത്തോടെ ചെയ്യണമെന്നാണ് മലാഖിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ വായനയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ലേഖന വായനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കർത്താവ് യേശു മിശിഹായുടെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഓഹരി പങ്കുപറ്റുന്നവർ കർത്താവിനെ പോലെ ആയിത്തീരണമെന്നുള്ളതാണ്, ഈശോയെ പോലെ ആയിത്തീരണമെന്നുള്ളത്.
സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ചേർന്നിട്ടാണ്. അതായത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാല് കഴുകുന്ന ശുശ്രൂഷയും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന തിരുവചന ഭാഗവുമാണ്. അങ്ങനെ ഇന്നത്തെ ദിവസവുമായി വളരെ ബന്ധമുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മളിന്ന് കേൾക്കുക. നമുക്ക് ശ്രദ്ധാപൂർവം ഈ വചനഭാഗങ്ങൾ ശ്രവിക്കാം. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധാപൂർവം ശ്രവിക്കുവിൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 12-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കു ചേർക്കട്ടെ. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ച് വേണം ഒരാടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തു കൊള്ളുക. എന്നാൽ അത് 1 വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം. ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. അതിനെ മുഴുവനും തലയും കാലും ഉൾഭാഗവുമടക്കം ചുട്ട് ഭക്ഷിക്കണം. പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറിക്ക് ചെരുപ്പുകൾ അണിഞ്ഞ് വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ പെസഹയാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്കൊരു സ്മരണ ദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. നിങ്ങൾ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം. 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും പുളിച്ച അപ്പം ഭക്ഷിച്ചാൽ അവൻ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. 1-ാം ദിവസവും 7-ാം ദിവസവും നിങ്ങൾ വിശുദ്ധ സമ്മേളനം വിളിച്ചു കൂട്ടണം. ആ ദിവസങ്ങളിൽ വേല ചെയ്യരുത്. എന്നാൽ ഭക്ഷിക്കാനുള്ളതും പാകം ചെയ്യാം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം. കാരണം ഈ ദിവസമാണ് ഞാൻ നിങ്ങളുടെ വ്യൂഹങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ തലമുറ തോറും ഈ ദിവസം ആചരിക്കണം. ഇത് എന്നേക്കുമുള്ള കൽപ്പനയാണ്. ആദ്യ മാസത്തിലെ 14-ാം ദിവസം സന്ധ്യ മുതൽ 21-ാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. നിങ്ങളുടെ വീടുകളിൽ 7 ദിവസത്തേക്ക് പുളിമാവ് കാണരുത്. ആരെങ്കിലും പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചാൽ അവൻ വിദേശിയോ സ്വദേശിയോ ആകട്ടെ, ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. പുളിപ്പിച്ച യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം പുളിപ്പില്ലാത്ത അപ്പം മാത്രമേ ഭക്ഷിക്കാവൂ. ദൈവമായ കർത്താവിന് സ്തുതി. രണ്ടാം വായന. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 1 10 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.
നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചിരുന്നെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല. നിങ്ങളുടെ കരങ്ങളിൽ നിന്നും ഞാൻ ഈ ഒരു കാഴ്ചയും സ്വീകരിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ ബലിപീഠത്തെ നിന്ദിക്കാം, നിന്ദ്യമായ ഭോജനം അതിൽ അർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങൾ അതിനെ മലിനമാക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞങ്ങൾ മടുത്തുവെന്ന് നിങ്ങൾ പറഞ്ഞ് എനിക്കെതിരെ ചീറുന്നു. അക്രമം കൊണ്ട് പിടിച്ചെടുത്തതിനെയും മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ചയായി അർപ്പിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാൻ അത് സ്വീകരിക്കണമോ? കർത്താവ് ചോദിക്കുന്നു. തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാട് ഉണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകനു ശാപം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനായ രാജാവാണ്, ജനതകൾ എൻ്റെ നാമം ഭയപ്പെടുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. അമ്പരമനവരതും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ. കർത്താവിൻ തിരുപ്രസാദം നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. മഹിമാവല്ലോ വാനിലും ഊഴിയിലും തിങ്ങി വിളങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ. കർത്താവിൻ തിരുപ്രസാദം മംഗളമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ. കർത്താവിൻ തിരുപ്രസാദം നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെപ്പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ. കർത്താവിൻ തിരുപ്രസാദം നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളും അദൃശ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 11 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ പാനം ചെയ്യുകയും ചെയ്താൽ, കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. ഹല്ലേലൂയ, പാടാമമ്മ. ഹല്ലേലൂയ, 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 പാടാമമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ പാദം കഴുകി സേവകത്തിൻ മാതൃക നൽകി ശരീരം ജീവൻ നമ്മിൽ പോയണം കൈക്കൊണ്ടീട വചനം നമ്മെ മാറി സുഖം പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ, പാടാമമ്മ. ഹല്ലേലൂയ, 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 പാടാമമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ മത്തായി എന്നിവർ അറിയിച്ചു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് 13-ാം അധ്യായം 1 മുതൽ 14 വരെയും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 30 വരെയുമുള്ള തിരുവചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു.
അത്താഴ സമയത്ത് പിശാച് ശിമിയോന്റെ പുത്രനായ യൂദാസ് കറിയോത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി, അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്നത് കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമിയോൻ പത്രോസിന്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ശിമിയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല, കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞ് അവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ. അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റുകൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. തുടർന്ന് കാലുകഴുകൽ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് ഇരുന്നു കൊണ്ട് ഏറ്റവും ഭക്തിയോടെ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഗായക സംഘം പാടുന്ന പാട്ടിനോട് ചേർന്നുകൊണ്ട് ഭക്തിയോടെ ആ പാട്ട് ആവർത്തിച്ച് പാടി ഈ കാലുകഴുകൽ ശുശ്രൂഷയിലൂടെ നമുക്ക് പങ്കുചേരാം. സ്നേഹമുള്ളവർ, നമുക്കറിയാം, കാലുകഴുകൽ ശുശ്രൂഷ എന്നത് ഈശോ നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയാണ്. എളിമയുടെയും വിനയത്തിൻ്റെയും മാതൃക. അത് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ഈ ദിവസം നമ്മൾ പുനരർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എളിമയുടെയും വിനയത്തിൻ്റെയും ഒരു പ്രതീകമാണ്. അങ്ങനെയെങ്കിൽ ഓരോ വിശുദ്ധ കുർബാനയിലും വിശുദ്ധ ബലിയിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ട തീരുമാനമാണ്, ഞാൻ തമ്പുരാന്റെ മുമ്പിൽ എളിമപ്പെടും, എൻ്റെ ജീവിതത്തിൽ വിനയമുണ്ടാകുമെന്ന്. ഈശോയുടെ ഈ ചടങ്ങിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവമേ, എളിമയുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ, വിനയത്തോടെ ജീവിതത്തിൽ പെരുമാറാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
മിശിഹായിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കാല് കഴുകിയത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള തിരുവചന ഭാഗമാണ്. എന്തുകൊണ്ട് ഈശോ കാലുകൾ കഴുകി ശിഷ്യന്മാരുടെ? എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങളൊരു മാതൃകയായിട്ട് സ്വീകരിക്കണം. ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം കാലുകൾ കഴുകണം. സ്നേഹമുള്ളവരെ, മനുഷ്യനെന്ന രീതിയിൽ മനുഷ്യൻ്റെ അഹം എന്ന് പറയുന്നത് അതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഈ അഹം എവിടെ നിന്നാണ് വരുന്നത്? അത് നമ്മുടെ ഹൃദയവുമായി കണക്റ്റഡാണ്. അപ്പോൾ മനസ്സെവിടെ? മനസ്സ് നമുക്കൊരിക്കലും കാണാൻ സാധിക്കുന്നൊരു കാര്യമല്ല, മറിച്ച് അത് ഹൃദയവുമായിട്ട് കണക്റ്റഡാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹൃദയത്തിൽ നിന്നാണ് എല്ലാ തിന്മകളും ഉത്ഭവിക്കുന്നത്. ഹൃദയമാണതിൻ്റെ ഉത്ഭവ കേന്ദ്രം. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, മാംസലമായൊരു ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇതുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യനെന്ന രീതിയിൽ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ അഹത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അഹംബോധം എന്നാണ് വിളിക്കുന്നത്, അഹങ്കാരം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അഹത്തെ അഹങ്കരിച്ചുകൊണ്ട് അഹത്തെ വലുതായി കാണുന്നതാണ് അഹങ്കാരം. അഹത്തെ കുറിച്ച് ബോധമുള്ളവരാണ് അഹംബോധം ഉണ്ടാകുന്നത്. ഈ അഹത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. നമ്മുടെ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അഹത്തെ മനസ്സിലാക്കുന്നതാണ് തത്വമസി. അതായത് ഒരുവൻ്റെ ഹൃദയത്തെ, ഒരുവൻ്റെ മനസ്സിനെ വരുതിയിലാക്കുക, മനസ്സിലാക്കുക. അതാണ് യഥാർത്ഥത്തിൽ അഹം. ഈ അഹം ഇല്ലാതായി തീരുമ്പോൾ നമ്മൾ ദൈവമായി തീരും. അതുകൊണ്ടാണ് കർത്താവ് തന്നെ ചെറുതാക്കിക്കൊണ്ട് എളിമയോടെ വിനയത്തോടെ തൻ്റെ ശിഷ്യരുടെ കാലുകൾ കഴുകിയത്. ഇനി അവിടം കൊണ്ട് തീർന്നില്ല. എവിടെയാണ് അഹം ഇല്ലാതായിത്തീരുന്നത്? നമ്മൾ ഇല്ലാതാകണം. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ കുരിശിലെ ബലിയിൽ സ്വയം സമർപ്പിച്ചത്. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു, അവർ സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം ഒലിവുമലയിലേക്ക് പോയി എന്ന്. സ്നേഹമുള്ളവരെ, മനുഷ്യനെന്ന രീതിയിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും അപകടം പിടിച്ച ഒന്നാണ് ഈ അഹത്തെ നിയന്ത്രിക്കുക എന്നുള്ളത്. നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കുക, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. അത് ശുദ്ധീകരിക്കപ്പെട്ടാൽ ബാക്കിയെല്ലാം ശരിയാവും. അത് ശുദ്ധീകരിക്കണമെങ്കിൽ എന്താണ് പോംവഴി? അതിന് ഒരേ ഒരു പോംവഴിയുള്ളൂ: എളിമപ്പെടുക, എളിമപ്പെടുക, എളിമപ്പെടുക. ഇന്ന് ഈ പെസഹായുടെ ദിവസത്തിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ അഹത്തെ വേണ്ട എന്ന് വയ്ക്കാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും ഇന്ന് നമ്മളിലൊക്കെയും, നമ്മുടെ ഉള്ളിലൊക്കെയും നമുക്ക് നമ്മെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾ, നമ്മുടേതായിട്ടുള്ള ചിന്തകൾ, നമ്മുടേതായിട്ടുള്ള പ്രത്യേകതകൾ, അതിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു കൂട്ടാൻ പറ്റുന്നു അതൊക്കെ നമ്മൾ ചെയ്യും. അതെന്തുമാകാം. പേരാകാം, പ്രശസ്തിയാകാം, പണമാകാം, നമ്മുടേതായിട്ടുള്ള സുഖ സൗകര്യങ്ങളാകാം, നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങളാകാം, എന്തുമാകാം. അഹവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സ്വാർത്ഥതയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യും മനുഷ്യനെന്ന രീതിയിൽ. പക്ഷെ അതിനെ വരുതിയിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുതിയിലാക്കിയാൽ എളിമയെന്ന ഏറ്റവും പ്രയാസമേറിയ സുഹൃതം സാവധാനത്തിൽ നമ്മളിൽ വരാൻ തുടങ്ങും. അതിൻ്റെ ഓർമ്മയാണ് ഈ കാലുകഴുകൽ ശുശ്രൂഷയിലൂടെ ഈശോ നമുക്ക് കാണിച്ചു തന്നത്. എന്നിട്ട് കർത്താവ് തൻ്റെ ശരീരവും രക്തവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പവും വീഞ്ഞും എടുത്ത് ഉയർത്തി കൊടുക്കുകയാണ് അവർക്ക്. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയായിരുന്നു, പെസഹായുടെ ദിവസത്തിൽ അവർ ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കുകയാണ്. അതും ഒരു പെസഹായുടെ ദിവസമാണ്. അതാണല്ലോ ആ ദിവസം തന്നെ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്തത്. അതായത് യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ ഇന്ന് നമ്മൾ വായിക്കുന്നുണ്ട്,
യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ ഇന്ന് നമ്മൾ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് പെസഹ ഭക്ഷിച്ചത്, അതായത് സ്ലീഹന്മാരും കർത്താവും കൂടി ഒരുമിച്ച് സിഹിയോൻ ഊട്ടുശാലയിൽ ഒരുമിച്ചിരുന്ന് പെസഹ ഭക്ഷിച്ചത് യഥാർത്ഥത്തിൽ പെസഹയുടെ ദിവസം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, പെസഹായുടെ ഓർമ്മ പെരുന്നാൾ എന്ന് പറയുന്നത് യഹൂദരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരു അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന്റെ ഓർമ്മയാണ് പെസഹ. അതാണല്ലോ നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചത്. അടിമത്തത്തിൽ നിന്നുള്ള മോചനം എങ്ങനെയാണ് മോചിച്ചത്? മുട്ടാടിന്റെ രക്തം വഴി. അതായത് രക്തത്തിലൂടെയാണ് പെസഹ ആചരിച്ചപ്പോൾ അന്നത്തെ ഇസ്രായേൽ ജനത പെസഹ ഭക്ഷിച്ചത് രക്തത്തിലൂടെ. അതായിരുന്നു അടയാളം. രക്തമാണ് അടയാളം, രക്തമാണ് രക്ഷയുടെ അടയാളം. അപ്പോൾ കർത്താവ് വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെയാണ് വിശുദ്ധ കുർബാനയുടെ ഈ സമയം എടുത്തത്, അതായത് കാലുകൾക്ക് ശുശ്രൂഷ എടുത്തത്. ഞാൻ സൂചിപ്പിച്ചു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് കാലുകഴുകൽ ശുശ്രൂഷയുള്ളത്. അവിടെ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു വാക്ക് പോലും പറയുന്നില്ല. ഈ പെസഹ ഭക്ഷിച്ചതിന് ശേഷം നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? പ്രാർത്ഥിക്കാനായിട്ടാണ്. അവിടെ വെച്ചാണ് കർത്താവിനെ സൈന്യം പിടിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് വിചാരണയിലേക്കാണ്. വിചാരണ കഴിഞ്ഞ് നേരെ തൂക്കി കൊല്ലുകയാണ്. സ്നേഹമുള്ളവരെ, കുരിശിലേറ്റി കൊല്ലുകയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും, ഈ പെസഹ ആചരിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇതെൻ്റെ രക്തമാണ്, ഇതെൻ്റെ ശരീരമാണ് എന്നുള്ളതാണ്. ആ ബലി പൂർത്തിയായത് എവിടെയാണ്? കാൽവരിയിലാണ്. ആ കാൽവരിയിൽ അർപ്പിച്ച ബലിയുടെ പുനരർപ്പണമാണ് ഈ വിശുദ്ധ ബലി. അതുകൊണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുന്ന പുരോഹിതനും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന ഓരോ വിശ്വാസിയും പഠിക്കേണ്ട പാഠം ഹൃദയത്തെയും മനസ്സിനെയും അഹംത്തെയും നിയന്ത്രിച്ചുകൊണ്ട് അവൻ്റെ എളിമയുടെയും വിനയത്തിൻ്റെയും പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അത് എളുപ്പമല്ല, വെല്ലുവിളിയാണത്. അതാണ് ആത്മീയ ജീവിതത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ പെസഹായുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ മാത്രമല്ല, ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുമ്പോൾ നമുക്കൊരുപാട് പ്രാർത്ഥിക്കാനുണ്ട്, ഒരുപാട് നിയോഗങ്ങൾ സമർപ്പിക്കാനുണ്ട്. പക്ഷെ അതോടൊപ്പം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: ദൈവമേ, ഓരോ ദിവസവും എൻ്റെ അഹത്തെ നിയന്ത്രിക്കാൻ, അങ്ങനെ എളിമയോടെ വിനയത്തോടെ ജീവിതത്തിൽ പെരുമാറാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ നന്നായിട്ട് അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതായിരിക്കും. അമ്മച്ചിമാരെന്തായാലും ചെയ്യും. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കേണ്ടി വരും. ചിലർ വാശി പിടിക്കും. അതുപോലെ മക്കളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. അതുപോലെ തിരിച്ചും മക്കൾ മാതാപിതാക്കൾക്കും ചെയ്തു കൊടുക്കണം. പ്രായമെത്തിയിട്ടല്ല. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ അമ്മമാരെ അപ്പന്മാരെ നമ്മൾ സഹായിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ പരസ്പരം സഹായിക്കുകയും പരസ്പരം വളർത്തുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എളിമയെന്ന സുഹൃതത്തിലേക്ക് നമ്മൾ വളരുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പിന്നീട് പറഞ്ഞത് എന്ത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക പോലെ നിങ്ങളും പരസ്പരം മാതൃക കാണിക്കുവിൻ. എളിമപ്പെടാൻ, വിനയത്തോടെ മറ്റുള്ളവരോട് പെരുമാറണമെങ്കിൽ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഗുണമാണ് സ്നേഹം. എളിമയോടുകൂടി എൻ്റെ അപ്പനോടും അമ്മയോടും എൻ്റെ സഹോദരങ്ങളോടും അഹംബോധമില്ലാതെ, അല്ലെങ്കിൽ അഹങ്കാരമില്ലാതെ, അഹം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഈഗോ ഇല്ലാതെ നമുക്ക് പെരുമാറാൻ സാധിക്കണമെങ്കിൽ സ്നേഹമുണ്ടാകണം. ഞാൻ ഈഗോ എന്ന് പറയുന്ന വാക്ക് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. അതൊരു ഗ്രീക്ക് പദമാണ്. അതിൽ നിന്നാണ് ഇംഗ്ലീഷ് ഈ ഒരു വാക്കുണ്ടായത്. ഈഗോ എയ്മി, ഞാൻ തന്നെ. എവിടെ പറഞ്ഞാണെന്നറിയാമോ? മോശയോട് കർത്താവ് അരുളിച്ചത് ഞാൻ തന്നെ. ആരാണ് നീ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഞാൻ തന്നെ. ഈ ഈഗോ എയ്മി, ഈ ഞാൻ എന്ന ഭാവം നമ്മൾ വെടിയുമ്പോഴാണ് നമ്മളൊക്കെ എളിമയോടുകൂടി മുന്നോട്ട് പോവുക.
ഇതൊരു വെല്ലുവിളിയാണ് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഈ കാലഘട്ട ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മൾ പങ്കെടുക്കുമ്പോഴും പെസഹായുടെ ഈ ദിവസത്തിൽ ഏറ്റവും പ്രധാനമായി ഈ കാലഘട്ട ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും ആരാധനയും നമ്മൾ നടത്തുമ്പോഴും ഓർക്കുക, പ്രാർത്ഥിക്കുക. എന്താണ്? എൻ്റെ അഹംത്തെ വെടിഞ്ഞുകൊണ്ട് എളിമയോടെ വിനയത്തോടു കൂടി എൻ്റെ ജീവിത പങ്കാളിയുടെ മുൻപിലും, എൻ്റെ മക്കളുടെ മുൻപിലും, എൻ്റെ മാതാപിതാക്കളുടെ മുൻപിലും, എൻ്റെ സഹോദരങ്ങളുടെ മുൻപിലും, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ മുമ്പിലും, എൻ്റെ അയൽപ്പക്കങ്ങളുടെ മുൻപിലും വ്യാപരിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിന് സ്നേഹം എന്നൊരു വലിയ ഒരു ചൈതന്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് തടസ്സം നിൽക്കുന്നത് എന്തും, വെറുപ്പാകട്ടെ, വിദ്വേഷമാകട്ടെ, എന്തും, അതെല്ലാം നമ്മൾ മാറ്റുവാൻ നമ്മൾ തീരുമാനിക്കണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഈ പെസഹായുടെ ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളതാണ്. ഒപ്പം ഒരു കാര്യം കൂടി, വിശുദ്ധ കുർബാനയില്ല എങ്കിൽ നമ്മളില്ല, ഈ പള്ളിയില്ല, പൗരോഹിത്യമില്ല, നമ്മുടെ ഈ എന്താ പറയുക, ഈ ഒരു കൂട്ടായ്മയില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ വെള്ളം ചേർക്കാൻ പാടില്ല. വിശുദ്ധ കുർബാനയെ അലംഭാവത്തോടു കൂടി കാണാൻ പാടില്ല. വിശുദ്ധ കുർബാനയിൽ അത്രയേറെ പ്രാധാന്യത്തോടു കൂടി വേണം നമ്മൾ എപ്പോഴും ഇടപെടാൻ. വിശുദ്ധ കുർബാനയുടെ ഒരു താല്പര്യം വേണം. വിശുദ്ധ കുർബാനയെ നമ്മൾ സ്നേഹിക്കണം. വെറുമൊരു ഞായറാഴ്ച കുർബാന മാത്രമല്ല, മറിച്ച് എപ്പോഴൊക്കെ നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുമോ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെയും വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കണം. ഞാനിത് പറയുന്നത് കുട്ടികളോടാണ്, യുവാക്കളോടാണ്, ഇന്നത്തെ തലമുറയോടാണ്. വിശുദ്ധ കുർബാനയോടുള്ള ആഭിമുഖ്യം അത് ഇന്ന് കുറഞ്ഞു വരുന്നുണ്ട്. വിശുദ്ധ കുർബാനയോടുള്ള താല്പര്യം ഇന്ന് കുറഞ്ഞു വരുന്നു. ചിലപ്പോൾ ചിലർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്നിൽ അശുദ്ധിയുണ്ട്, ഞാൻ തിന്മകൾ ചെയ്യുന്നുണ്ട്, തെറ്റുകൾ നിരന്തരം ആവർത്തിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാ വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കുന്നതെന്ന്. നോ, അത് തെറ്റാണ്, തെറ്റായിട്ടുള്ള ധാരണയാണ്. വിശുദ്ധ കുർബാന പാപമോചനത്തിന്റെ ഒരു വലിയ സ്ഥലമാണ്. ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും നിന്റെ മനസ്സിന്റെ, നിന്റെ ആത്മാവിന്റെ സ്ഥിതിയെക്കുറിച്ച് നീ പങ്കുവെക്കുക. അവിടെ ദൈവം ഇടപെടും. ഓരോ വിശുദ്ധ കുർബാനയിലും വലിയ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. നമ്മൾ എങ്ങോട്ടും ഓടണ്ട. ഇന്നത്തെ കാലഘട്ടം എന്താണെന്ന് കാണിച്ചു തരുന്നതെന്നറിയാമോ? എവിടെയൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ആളുകൾ ഓടിക്കൂടുകയാണ്. എവിടെയാണ്, ഏത് പള്ളിയിലാണ്, ഏത് ധ്യാന കേന്ദ്രത്തിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഓടിപ്പോകുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഇടവക ദേവാലയത്തിൽ വിശ്വാസത്തോടെ, ഒരുക്കത്തോടെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവർക്ക് ദൈവം അനുഗ്രഹം തരാതിരിക്കില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം വിശുദ്ധ കുർബാന അത്ഭുതങ്ങളുടെ ഉറവയാണ്. ആരാധന അത് അത്ഭുതത്തിൻ്റെ നീരുറവയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇന്നത്തെ ഈ ദിവസം ആരാധനയിൽ നമ്മൾ പങ്കുചേരുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ള കുട്ടികളെ, സ്നേഹമുള്ള മുതിർന്നവരെ, സ്നേഹമുള്ള യുവതീവാക്കളെ, എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, വിശുദ്ധ കുർബാനയോടുള്ള ഒരു താല്പര്യം കുറയരുത്. വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം വേണം. വിശുദ്ധ കുർബാനയോടൊരു അടുപ്പം വേണം. വിശുദ്ധ കുർബാനയ്ക്ക് പോടാ എന്ന് അപ്പനും അമ്മയും പറയുമ്പോൾ കിടന്നുറങ്ങരുത്, അലംഭാവം കാണിക്കരുത്, ഇവിടെ പള്ളിയിലേക്കാണെന്നും പറഞ്ഞിട്ട് വേറെ വഴിക്ക് പോകരുത്. ഇതൊക്കെ നമ്മളിലുള്ള വലിയ ഒരു തെറ്റിൻ്റെ മേഖലകളാണ്. അതുകൊണ്ട് സ്നേഹമുള്ള ഇന്നത്തെ തലമുറയോട് എനിക്ക് പങ്കുവെക്കാനുള്ളത്, ഈ പെസഹായുടെ ദിവസം വിശുദ്ധ കുർബാനയോടുള്ള ബന്ധവും സ്നേഹവും, വിശുദ്ധ കുർബാനയോടുള്ള അടുപ്പവും, വിശുദ്ധ കുർബാന കാണാനുള്ള ആഗ്രഹവും നിങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. ഈ പെസഹായുടെ ഈ ദിവസത്തിൽ ഏവർക്കും വിശുദ്ധ കുർബാനയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. വിശുദ്ധ കുർബാന ഓരോ പുരോഹിതരിലൂടെയാണ് അർപ്പിക്കുന്നത്. ഓരോ പുരോഹിതൻ്റെയും കരങ്ങളിലൂടെ ഈ ഗോതമ്പപ്പം ഈശോയുടെ ശരീരരക്തങ്ങളായി മാറുമ്പോൾ ആ പുരോഹിതനും വലിയ ദൈവാനുഗ്രഹം കൊണ്ട് നിറയണം. എല്ലാ ദിവസവും നമ്മളിവിടെ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, അത് ഈ ഒരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഈ ഒരു ഓർമ്മയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് വൈദികരില്ലെങ്കിൽ നമ്മളില്ല,
വൈദികരുടെ നിലനിൽപ്പ് വലിയ പ്രാധാന്യമുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനും, വൈദികരുൾപ്പെടെ, എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ വൈദികർക്കും ഒരുപക്ഷെ കുറവുകളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ ഈ കൂട്ടായ്മ, നമ്മുടെ ഈ ദേവാലയം, അത് ഓരോ വൈദികരിലൂടെയാണ് ദൈവത്തിലേക്ക് നമുക്ക് അടുപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ വൈദികർക്കും വേണ്ടി, ചിലപ്പോൾ ചിലരൊക്കെ കുമ്പസാരിക്കുമ്പോൾ പറയും, ചില അച്ഛന്മാരോട് വിഷമമുണ്ടായി, ചില അച്ഛന്മാരോട് ബുദ്ധിമുട്ടുണ്ടായി, കുറേ നാളായിട്ട് കുമ്പസാരിച്ചിട്ടില്ല, കുറേ നാളായിട്ട് പള്ളി പോയിട്ടില്ല, വർഷങ്ങളായി പള്ളി പോയിട്ട് കുമ്പസാരിച്ചിട്ട്. കാരണം എന്തുകൊണ്ടാണ്? എന്തോ കാര്യം ഏതോ ഒരച്ഛൻ നടത്തി കൊടുത്തില്ല. ശരിയായിരിക്കാം, പലരും വ്യത്യസ്തരാണ്, പലരും പല മൂഡുകളുള്ളവരാണ്, പല അസുഖങ്ങളുള്ളവരാണ്. എല്ലാവരും ഒരേപോലെ ഒരേ സമയം പ്രവർത്തിക്കണമെന്നില്ല, പെരുമാറണമെന്നില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഞാൻ കാണുന്ന എൻ്റെ ക്രിസ്തുവും ആ ക്രിസ്തുവിലുള്ള വിശ്വാസവും എന്തിനാണ് ഞാൻ കളയുന്നത്? എൻ്റെ വിശുദ്ധ കുർബാനയോടും എൻ്റെ കൂദാശകളോടുമുള്ള അടുപ്പം ഞാൻ എന്തിനാണ് കളയുന്നത്? ഒരു പുരോഹിതൻ ക്രിസ്തുവിൻ്റെ മറുപുരുഷനാകുമ്പോൾ അവനിലൂടെ, ആ പുരോഹിതനിലൂടെ ഞാൻ കാണുന്നത് ക്രിസ്തുവിനെയാണ്. അതാണ് എൻ്റെ കടപ്പ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ അച്ഛന്മാർക്ക് സ്തുതി ചൊല്ലുന്നത്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയിരിക്കട്ടെ എന്ന്. ചിലപ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ കുട്ടികളത് മറക്കുന്നുണ്ട്. ചില പാരൻസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും, അച്ഛദൈവം വരുന്നു, സ്തുതി കൊടുക്കും. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ ദിവസം എല്ലാ വൈദികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കുറവുകളും പോരായ്മകളുമുള്ള എല്ലാ വൈദികരും ഇന്ന് ഈ നിമിഷം നമ്മളിവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ഓരോ അവസരങ്ങളിലും ഒരു പുരോഹിതൻ്റെ ആവശ്യമുണ്ട്. ചിലപ്പോൾ മാറി നിന്ന് കുറ്റം പറയും, മാറി നിന്ന് എന്തൊക്കെയാണ് പറയുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. പക്ഷേ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ, ഒരു കല്യാണം നടത്താൻ, ഒരു മാമോദീസ നടത്താൻ, ഒരു പ്രാർത്ഥന നടത്താൻ, ഒരു വെഞ്ചിരിപ്പ് നടത്താൻ ആ വൈദികനെയാണ് നമ്മൾ സമീപിക്കുന്നത്. അതുകൊണ്ട് വൈദികരിലൂടെ ക്രിസ്തുവിനെ നമുക്ക് കാണാം. കുറവുകളും പോരായ്മകളുമുള്ള വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ വികാരിയച്ചന്മാരെയും, നമ്മുടെ എല്ലാ വൈദികരെയും, നമ്മുടെ കുടുംബത്തിലുള്ളവരെയും, അതുപോലെ നമ്മുടെ ഇവിടെ സേവനം ചെയ്തിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ഒരിക്കൽ കൂടി എല്ലാ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വിശുദ്ധ കുർബാന എന്നും എപ്പോഴും നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ, എൻ്റെ അകത്തെ വെടിഞ്ഞ് ഇല്ലാതാക്കിക്കൊണ്ട് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് സ്നേഹത്തിലും എളിമയോടും കൂടി വ്യാപരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേലും കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച മിശിഹായെ, തപസ്സിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും ചൈതന്യത്തിൽ ജീവിക്കുവാനും പ്രാർത്ഥനാരൂപയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹായെ, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യരക്ഷ പ്രാപിക്കും എന്നരുൾ ചെയ്ത കർത്താവേ, നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് നിത്യജീവിതത്തിന് യോഗ്യരാകുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നരുൾ ചെയ്ത കർത്താവേ, ഈ ബലിയിൽ പങ്കുചേർന്ന് നിന്റെ രക്ഷാകര സ്നേഹം നിരന്തരം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മാതൃക നൽകിയ കർത്താവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ എളിമയോടെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുവിൻ എന്നരുൾ ചെയ്ത കർത്താവേ, വിനയത്തിന്റെയും ശൂന്യവൽക്കരണത്തിന്റെയും
വഴിയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഏകപുത്രന്റെ പെസഹ കുഞ്ഞാടായി ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മഹനീയമായ ഈ ദാനം പരസ്പര സ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കട്ടെ. അവിടുത്തെ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് നിത്യ സൗഭാഗ്യത്തിന് കാരണമായി തീരുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. വരുവിൻ നമുക്ക് കർത്താവിനെ വാഴ്ത്താം. സാക്ഷികളെ സൽക്കർമ്മികളെ ബലിയിലോർത്തിടാം. യാക്കോബ്
ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തെ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് വിശ്വാസ പ്രമാണം നല്ല വിശ്വാസത്തോടെ ചൈതന്യത്തോടെ നമ്മുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും കൈമോശം വരാതെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും സൃഷ്ടാവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. യുവങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനെ ജനിച്ചവരും എല്ലാം സൃഷ്ടിക്കപ്പെടാത്തവരും ഏകമായ യേശുവിനായി ഞങ്ങൾ വിശ്വസിക്കുന്നു. സന്ദേഹവും പിതാവിനെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യനായ നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കുകയും അവിടുന്ന് സമയത്തിൽ നൽകി പരിശുദ്ധാത്മാവിനാൽ കനികാമയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. സംസ്കരിക്കുകയും ഏകീകൃതമായ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. പിതാവിന്റെ വലുതായിരിക്കുന്നു. മനുഷ്യരെ ജീവിക്കുന്നവരെ വിളിക്കാൻ അവിടുന്ന് വീണ്ടും വലുതായിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് ജീവനാത്മാവായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിനോടൊപ്പം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ സ്തോത്ര കാഴ്ചയുടെ സമയമാണ്. ഇന്നത്തെ ഈ പെസഹായുടെ ദിവസത്തെ സ്തോത്ര കാഴ്ച നമുക്കറിയാം, പുരോഹിതരാകാൻ പഠിക്കുന്ന സെമിനാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ പഠനത്തിനും അവരുടെ ഒരുക്കത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സഹായം എന്ന രീതിയിലാണ് ഇന്നത്തെ സ്തോത്ര കാഴ്ച എല്ലാ പള്ളികളിലും എടുക്കുന്നത്. സാധിക്കുന്ന പോലെ നമുക്ക് സഹകരിക്കാം. പെസഹ വ്യാഴാഴ്ച സമർപ്പിക്കാനുള്ളൊരു കവർ നമ്മുടെ വീടുകളിലേക്ക് ഓരോരുത്തർക്കും തന്നിരുന്നു. അത് കൊണ്ടുവന്നിട്ടുള്ളവർ അത് നിക്ഷേപിച്ചാലും മതി. നമുക്ക് ഏറ്റവും നന്നായി തന്നെ ഈ ഒരു പെസഹായുടെ ഈ ദിവസം എല്ലാ പുരോഹിതരെയും ഓർക്കുന്നതോടൊപ്പം പുരോഹിതരാകാൻ ആഗ്രഹിച്ചുകൊണ്ട് വിവിധ സെമിനാറുകളിൽ പരിശീലനത്തിനായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം അവരെ നമുക്ക് സഹായിക്കുകയും ചെയ്യാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈശോയെ സ്വീകരിക്കണം. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്കായി ഞങ്ങൾ നൽകുന്ന ഈ സ്തോത്ര കാഴ്ച പുരോഹിതരാകാൻ പരിശീലനത്തിലായിരിക്കുന്ന എല്ലാ സെമിനാരി വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ളതാണ്. ഞങ്ങളുടെ ഇടവകയിലുള്ളവർക്കും മറ്റുള്ള ഇടവകയിൽ സേവനം ചെയ്യുന്ന അല്ലെങ്കിൽ ആയിരിക്കുന്ന എല്ലാ സെമിനാരി വിദ്യാർത്ഥികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഞങ്ങൾ നൽകുന്ന ഈ അധ്വാനത്തിൻ്റെ പങ്ക് സമർപ്പിക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ മേഖലകളെയും ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ.
എല്ലാ അപകടങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലിത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികരുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന, ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ഉപക സമൂഹത്തിലും നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാവുന്ന ദിവരഹസ്യങ്ങൾ ശുശ്രൂഷകരാകുവാൻ എല്ലാവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയബുദ്ധിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും റൂഹാത്തും സഹവാസവുമേ നമ്മോടുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു
സമർപ്പിക്കൂ. നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും അഹങ്കാരത്തിലും നിന്ന് വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും എല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. എളിമയോടും വിനയത്തോടും കൂടി ജീവിതത്തിൽ പെരുമാറുവാൻ അനുഗ്രഹിക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്രമം പ്രത്യാശപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനവും സ്തുതിയും എല്ലാ നാമങ്ങളും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതുള്ള സ്ഥലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായി അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിയിലും അരുമരോധികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരോധികളുമായ കൃപന്മാരോടും സ്നാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ നാഥൻ പരിശുദ്ധൻ പരിശുദ്ധൻ നാഥൻ പരിശുദ്ധൻ പരമപിതാവേ അങ്ങേക്കു ഞങ്ങൾ അഭിനാമോശാന പാടിടുന്നു. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഏറ്റവും ഭക്തിയോടെ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗോതമ്പപ്പമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെ, എൻ്റെ ജീവിതത്തെയും ഈ ഗോതമ്പപ്പം വാഴ്ത്തി വിശദീകരിക്കുന്നത് പോലെ വാഴ്ത്തണമേ. എൻ്റെ കുടുംബത്തെയും ദാമ്പത്യത്തെയും
ഞാനായിരിക്കുന്ന എൻ്റെ ഈ ഇടവ സമൂഹത്തെയും എൻ്റെ ജീവിത മേഖലകളെയും എൻ്റെ പ്രിയപ്പെട്ട എല്ലാം ഈശോയെ ഒന്ന് വാഴ്ത്തി വിശദീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചു ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളെ പ്രത്യേക പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പാക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാറാഫിൽ തട്ടിൽ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്താക്കും ഞങ്ങളുടെ ഉപദക്ഷിണായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്താക്കും ഞങ്ങളുടെ പിതാവും ഉപദക്ഷിണമായ മാർ പോളി മെത്രാനും പുരോഹിതന്മാർ ശംശാനവൻ സമർപ്പിതർ അൽമായ പരിഷ്ഠർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യസ്ത വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ.
എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും എന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനമായ വിധമർത്തിച്ച നീതിമാന്മാരെ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിധവസ്ത്രങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും എല്ലാ ബഹുമാനപ്പെട്ട വൈദികരാകാൻ പരിശീലനത്തിലായിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ വൈക്കം ഇടവക സമൂഹത്തിനും ഈ നാടിനും ആദ്യ കുർബാന സ്വീകരണത്തിനായിരിക്കുന്ന എല്ലാ മക്കൾക്കും ആഗ്രഹമാകുന്ന വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുപെരുന്നാളിന്റെ ഒരുക്കങ്ങളുടെ പൂർത്തീകരണത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഈശോയെ ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടാകുന്ന സമയമാണ്. ഓരോ വിശുദ്ധ കുർബാനയും കുർബാനയപ്പമായി മാറുന്നത്, ഈശോയുടെ ശരീര രക്തങ്ങളായി മാറുന്നത് ആത്മാവിന്റെ റൂഹായുടെ വലിയ അഭിഷേകത്താലാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ കുടുംബത്തിലും ഞാനായിരിക്കുന്ന എൻ്റെ ജീവിത മേഖലകളിലും ഈശോ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് പാടാം. ദൈവരൂപീ സ്നേഹജ്വാലയാ സ്വർഗ്ഗത്തിൽ നിന്നും നീ വരൂ, കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്റെ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇനി ഞങ്ങൾ കടങ്ങളെ പഠിപ്പിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രിയപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അപേക്ഷിക്കുന്ന മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരം ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നോടെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധമെന്നോട് ചെയ്തോന്നണമേ. അങ്ങയുടെ കാരുണ്യമായി എന്റെ പാപങ്ങൾ ആശ്രയിക്കണമേ. ശ്വാസമായി വെളിപ്പെടുത്തുകയും ആവശ്യമായ തിരുശക്തിയും സമൃദ്ധമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ ഞങ്ങൾക്ക് എങ്കിലും പരിശുദ്ധവും ജീവകായവും ദൈവികവുമായ
ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. എന്റെ സ്നേഹിതരാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ റസൂലിന്റെ അമൂല്യമായ ശരീരത്തെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പത്യമായി സമീപിക്കാം. അനന്താപത്തിൽ നിന്ന് ഉളവാകുന്ന ക്ഷണത്തോടെ അപരാധത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാവചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും മെടിഞ്ഞ് നമ്മുടെ സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുത്തിൽ വിദേശത്ത് നിന്ന് നടാന്മാക്കളെ മുക്തമാക്കാം. സുകുർബാന സ്വീകരിക്കുകയും പശുവിനാൽ പഴുത്തപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരത്തിന്റെ ഉയർപ്പിനും ആത്മാക്കരക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപയും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. എല്ലാ ദിവസവും എല്ലാ സമയവും അവിടത്തേക്കെല്ലാം കാരണവും നമ്മളെല്ലാവരുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവേ യേശുവും ശിഹായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനായി. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാനും അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യം അനുഭവിച്ച് അങ്ങേ അനവരതം പാടിപ്പുകഴ്ത്തുവാൻ ഞങ്ങൾ അർഹരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ മിശിഹായി, നിന്റെ കുരിശുമരണത്താൽ ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കുകയും തിരുശരീര രക്തങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കുകയും ചെയ്തു. നിന്നോട് നിത്യം വസിക്കുവാൻ ഈ ദിവ്യകൂദാശ ഞങ്ങൾക്ക് കാരണമായി തീരട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സ്നേഹപിതാവാം സകലേശൻ പാപികളാകും മർത്യർക്കായി പാരിലയച്ചു കനിവോടെ ഏകകുമാരൻ മിശിഹായേ, ജീവൻ നൽകാൻ സ്ഥാപിച്ചു പരിപൂജിതമാം കുർബാന. വരദാനങ്ങൾ ചൊരിയുന്നു പാവനരൂപൻ ദിവ്യാത്മൻ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ നാഥൻ നൽകിയതാ മാതൃക പോലെ സകലർക്കും സേവനമെന്നും ചെയ്തിടുവിൻ. ദിവ്യ ശരീരവും അതുപോലെ രക്തവുമേകിയ തിരുനാഥൻ ദിവ്യാനുഗ്രഹമരുളട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബരിടമേ സ്വസ്തി.